ഉമ്മൻചാണ്ടിയെ വിളിക്കുന്നു, അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് വരാൻ പറയുന്നു. അവർ തിരുവനന്തപുരത്ത് വന്നപ്പോൾ അവർക്ക് കാശ് കൊടുക്കുകയാണ്. അപ്പോൾ അവിടെ വന്നിട്ട് ഒരു കാക്കി പാൻറ്റും വലിച്ചു കയറ്റി ചുവന്ന ഉടുപ്പും വലിച്ചു കയറ്റി ചുവന്ന തൊപ്പിയും വെച്ചിട്ട് വന്നിട്ട് അവിടെ വന്ന് കവാത്ത് എടുത്തുകയാണ് ഉമ്മാർ. നാളെ ചിലപ്പോൾ ഒരു പക്ഷേ കോടതി ഇനി പറഞ്ഞേക്കാം, അതായത് നിങ്ങളൊരു കാര്യം ചെയ്യൂ, പാർട്ടി തീരുമാനത്തിന് വിട്ടിരിക്കുന്നു, പാർട്ടിയുടെ ഓഫീസിലേക്ക് പോകും, അല്ലെങ്കിൽ AKG സെന്ററിലേക്ക് പോകും. അങ്ങനെ പറയുന്നതിന് തുല്യമാണ് ഈ തീരുമാനമാണ്. തീർച്ചയായിട്ടും ഇവിടെ കോടികൾ മാസപ്പടി വാങ്ങുന്ന വിജയന്റെ മകൾ വീണയുള്ളപ്പോൾ, അങ്ങനെയുള്ള കമ്മ്യൂണിസ്റ്റുകാരുള്ളപ്പോൾ, കോടിക്കണക്കിന് രൂപ മുടക്കി ബിസിനസ് ചെയ്യുന്ന കോടിയേരി സഖാവിന്റെ മക്കളുള്ളപ്പോൾ, EP ജയരാജൻ സഖാവിന്റെ മക്കളുള്ളപ്പോൾ എന്നൊരു ആഗ്രഹം കോടിയേരി സഖാവിന് ഉണ്ടായിരുന്നെന്ന് അദ്ദേഹത്തിന്റെ ഭാര്യ വിനോദിനി പറഞ്ഞത്. ചിലർ അനുവദിച്ചില്ല എന്നും പറഞ്ഞു. പക്ഷെ അതിനുശേഷം അവരുടെ കുടുംബം അനുഭവിച്ചതൊക്കെ കേരളത്തിലെ പൊതുസമൂഹത്തിനും സഖാക്കൾക്കും ഒക്കെ നന്നായിട്ട് അറിയാമെന്ന് ഞാൻ കരുതുന്നുണ്ട്. അവിടെ വരണമെങ്കിൽ വന്നോട്ടെ, അവിടെ ഇതിനെ എതിർക്കട്ടെ, ഇത് CPM തീരുമാനിച്ചു നടപ്പിലാക്കും എന്ന് പറഞ്ഞു പോയതാണ്. അതാണ് വിഷയമായത്. അവരുടെ ഒരു പക്വതയായിരുന്നു, അവരുടെ ഒരു ദീർഘവീക്ഷണമായിരുന്നു ചില കമ്മ്യൂണിസ്റ്റുകാർക്ക്, നല്ല പഴയ നേതാക്കന്മാർക്ക്. ഇപ്പൊ അങ്ങനെയുള്ള ഒരുത്തനുമില്ല. അങ്ങനെയാണ് ഒരുത്തനുമില്ല എന്ന് തന്നെ പറയുന്നത്. ശരി, നമസ്കാരം. ഒരു സഖാവായി ജീവിക്കുക, ഒടുവിൽ മരണപ്പെട്ടതിനു ശേഷവും വിവാദങ്ങൾ വിടാതെ പിന്തുടരുക, മരണശയ്യയിൽ കിടക്കുമ്പോൾ പോലും വേണ്ടത്ര രീതിയിൽ ശ്രദ്ധിക്കാൻ ആരുമില്ലാതെ മരണപ്പെട്ട ഒരു സഖാവിനെ മരണശേഷം സഖാക്കളും ചില തൽപര കക്ഷികളും ചേർന്ന് അദ്ദേഹത്തിൻ്റെ മൃതദേഹം പോലും അതിനോട് പോലും തർക്കം കാണിക്കുന്ന ഒരവസ്ഥ, ഒരു വളരെ ദയനീയമാണ് ആ അവസ്ഥ. ഇത് പറയാൻ കാരണം ഇവിടെ നിരവധി രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുണ്ട്. ഈ നിരവധി രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ ഒരിടത്ത് പല നേതാക്കളും മരണപ്പെട്ടിട്ടുണ്ട്. ഈ മരണപ്പെട്ടപ്പോഴൊന്നും ഒരു തർക്കമോ മറ്റുള്ള യാതൊരു വിവാദങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. ഉണ്ടായതൊക്കെ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ മരണപ്പെട്ടപ്പോൾ മാത്രമാണ്. അത് MM ലോറൻസിൻ്റെ കാര്യം മാത്രമല്ല. ഇന്ന് ആ മനുഷ്യൻ മരണപ്പെട്ടു. ആ മരണപ്പെട്ടതിനു ശേഷവും അദ്ദേഹത്തിൻ്റെ മൃതദേഹത്തെ വിവാദം വിടാതെ പിന്തുടരുന്നു. അദ്ദേഹത്തിൻ്റെ 2 മക്കൾ പറയുന്നു മൃതദേഹം പഠനാവശ്യത്തിനായി മെഡിക്കൽ കോളേജിന് വിട്ടുകൊടുക്കണമെന്ന് പറയുന്നു. ഒരു മകൾ പറയുന്നു വേണ്ട, അപ്പനങ്ങനെ പറഞ്ഞിട്ടില്ല, അപ്പനെ മതാചാരപ്രകാരം സംസ്കരിക്കണമെന്ന് പറയുന്നു. കാരണം അതിന് മറ്റൊരു കാര്യം കൂടിയുണ്ട്. അദ്ദേഹം ഈ മതാചാരങ്ങളെയൊക്കെ എതിർത്തിരുന്നു എന്ന് പറയുമ്പോഴും അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ വീട്ടുകാരുടെ നിർദ്ദേശപ്രകാരം പള്ളിയിൽ വെച്ച് തന്നെയാണ് കല്യാണം നടത്തിയത്. ഈ പള്ളിയിൽ വെച്ച് കല്യാണം നടത്തണമെങ്കിൽ മാമോദീസ മുങ്ങണം. മാമോദീസ എന്തായാലും മുങ്ങിക്കാണുമല്ലോ, കുട്ടിക്കാലത്തെ മുങ്ങുമല്ലോ. അല്ല, മാമോദീസ മുങ്ങണം. ഓക്കെ, കുട്ടിക്കാലത്തെ മുങ്ങണം. അപ്പോൾ അങ്ങനെ വന്നാൽ പോലും അദ്ദേഹത്തിൻ്റെ മൃതദേഹം അതൊരെന്ത് ഗതികേട്, സങ്കടകരമായ ഒരു അവസ്ഥയാണെന്ന് നോക്കണം. ഇപ്പോൾ ഇവർക്ക് എല്ലാവർക്കും കൂടി തീരുമാനിക്കാനേ ഉള്ളൂ. കാരണം എന്തിനാണ് ഒരു പഠനാവശ്യത്തിന് വിട്ടുകൊടുത്തില്ലെങ്കിൽ മറ്റൊരു മൃതദേഹം, ഒരു മകൾക്ക്, അദ്ദേഹത്തിൻ്റെ ബീജത്തിൽ നിന്ന് പിറവിയെടുത്ത ഒരു മകൾക്ക് ഈ അപ്പൻ്റെ മൃതദേഹം മതാചാരപ്രകാരം സംസ്കരിക്കണമെന്നൊരു ആഗ്രഹം തോന്നിയാൽ മറ്റു മക്കളും ഒക്കെ അത് അനുവദിക്കേണ്ടതാണ്. മക്കളുടെ കാര്യം വിടാം. മിനിഞ്ഞാന്ന് MM ലോറൻസിന്റെ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചിരിക്കുമ്പോൾ ആശാ ലോറൻസിന്റെ ചെവിയിൽ വന്ന് ഈ കമ്മിണികളൊക്കെ വന്ന്, അതായത് അവരെ കറക്റ്റ് നിർത്തിയിരിക്കുകയാണ്, വന്നിട്ട് ചെവിയിൽ വന്ന് അവരെ അസഭ്യം പറഞ്ഞു എന്നാണ് അവർ ചാനൽ ചർച്ചയിലൊക്കെ പറഞ്ഞത്. അപ്പോൾ അവിടെ വന്നിട്ട് ഒരു കാക്കി പാൻറ്റും വലിച്ചു കയറ്റി ചുവന്ന ഉടുപ്പും വലിച്ചു കയറ്റി ചുവന്ന തൊപ്പിയും വെച്ചിട്ട് വന്നിട്ട് അവിടെ വന്ന് കവാത്ത് എടുത്തുകയാണ് ഉമ്മാർ. അതെന്ത് സങ്കടകരമായിട്ടുള്ള അവസ്ഥ. അത് നിസ്സാരമായി അവസാനിപ്പിക്കാവുന്ന ഒരു വിഷയം. ശരി, നിങ്ങളുടെ അപ്പനെ താല്പര്യമില്ല, നിങ്ങളൊരു മകളെന്ന നിലയിൽ താല്പര്യമില്ലെങ്കിൽ ശരി, നിങ്ങളുടെ മതാചാരപ്രകാരം അദ്ദേഹത്തെ സംസ്കരിച്ചോളൂ എന്ന് പറയാം. കാരണം ഇതിന് പറയാൻ ഒരു കാരണം കൂടിയുണ്ട്. ആശാ ലോറൻസ് തന്നെ പറഞ്ഞു, അദ്ദേഹം വളരെ അവശനായി കിടക്കുന്ന ഒരു സമയത്ത് അദ്ദേഹത്തിന് ആശുപത്രിയിൽ കിടക്കുന്നെന്ന് ആരോ വിളിച്ച് പറഞ്ഞതനുസരിച്ച് ഇവരവിടെ ചെന്നപ്പോൾ കോവിഡ് കാലത്താണ്, ആരുമില്ല ആശുപത്രിയിൽ നോക്കാനൊന്നും ആരുമില്ല. അപ്പോൾ തന്നെ പാർട്ടിയിലെ ബന്ധപ്പെട്ടവരെ വിളിച്ചറിയിച്ചു. ഏതൊക്കെയോ മുതിർന്ന സഖാക്കന്മാരെ, EP ജയരാജനെയോ ഒക്കെ അറിയിച്ചു, MP ജയരാജനെയൊക്കെ അറിയിച്ചു. പറഞ്ഞു ഞങ്ങളുടെ സഖാക്കന്മാർ ഇപ്പം തന്നെ അവിടെ വരുമെന്ന് പറഞ്ഞു. ആരും വന്നില്ല. അപ്പോൾ 60,000 രൂപ അത്യാവശ്യമായിട്ട് അവിടെ കെട്ടിവെക്കണമെന്ന് പറഞ്ഞ് ഇവരുടെ കയ്യിൽ കാച്ചില്ല. 60,000 രൂപ കടം കൊടുക്കാൻ തക്കതായിട്ടുള്ളൊരു സുഹൃത്തുക്കളും അവർക്കില്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇവിടെ കോടികൾ മാസപ്പടി വാങ്ങുന്ന വിജയന്റെ മകളും വീണയും ഒക്കെ വിജയന്റെ മകൾ വീണയുള്ളപ്പോൾ, അങ്ങനെയുള്ള കമ്മ്യൂണിസ്റ്റുകാരുള്ളപ്പോൾ, കോടിക്കണക്കിന് രൂപ മുടക്കി ബിസിനസ് ചെയ്യുന്ന കോടിയേരി സഖാവിന്റെ മക്കളുള്ളപ്പോൾ, EP ജയരാജൻ സഖാവിന്റെ മക്കളുള്ളപ്പോൾ, ഇവിടെ ഒരു MM ലോറൻസ് എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട കമ്മ്യൂണിസ്റ്റുകാരൻ സഖാവിന്റെ മകൾക്ക് 60,000 രൂപ പോലും കടം കൊടുക്കാൻ തക്ക ശേഷിയുള്ള ഒരു സുഹൃത്തുക്കളില്ല എന്ന് അവർ പറയുമ്പോൾ എത്ര ദയനീയമാണ്. ഒടുവിൽ അവർ ഉമ്മൻചാണ്ടിയെ വിളിക്കുന്നു. മുഖ്യമന്ത്രിയല്ല, അന്ന് അദ്ദേഹം മുഖ്യമന്ത്രിയല്ല, ഉമ്മൻചാണ്ടിയെ വിളിക്കുന്നു. അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് വരാൻ പറയുന്നു. അവർ തിരുവനന്തപുരത്ത് വന്നപ്പോൾ അവർക്ക് കാശ് കൊടുക്കുകയാണ്. ആ കാശും കൊണ്ടാണ് അവർ കൊണ്ടുവന്ന് അടച്ചത്. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇത് MM ലോറൻസിന്റെ മാത്രം വിഷയമല്ല.
കോടിയേരി ബാലകൃഷ്ണൻ മരിച്ചപ്പോഴും ഇത് തന്നെയായിരുന്നു വിഷയം. കാരണം കോടിയേരി ബാലകൃഷ്ണൻ മരിച്ച കാര്യമൊക്കെ നമുക്കറിയാം. അദ്ദേഹം മരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ചരമവാർഷിക ദിനത്തിലാണ് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം തിരുവനന്തപുരത്ത് പൊതുദർശനത്തിന് വെക്കണമെന്നൊരു ആഗ്രഹം കോടിയേരി സഖാവിന് ഉണ്ടായിരുന്നെന്ന് അദ്ദേഹത്തിൻ്റെ ഭാര്യ വിനോദിനി പറഞ്ഞത്. അതുമായി ബന്ധപ്പെട്ട് ചിലർ അനുവദിച്ചില്ല എന്നും പറഞ്ഞു. പക്ഷെ അതിനുശേഷം അവരുടെ കുടുംബം അനുഭവിച്ചതൊക്കെ കേരളത്തിലെ പൊതുസമൂഹത്തിനും സഖാക്കൾക്കും ഒക്കെ നന്നായിട്ട് അറിയാമെന്ന് ഞാൻ കരുതുന്നുണ്ട്. കാരണം പിന്നീട് അവരൊന്നും പറഞ്ഞിട്ടില്ല, നിശബ്ദരായി. അതിനുശേഷം രണ്ടാമത്തെ മൂന്നാമത്തെ ദിവസമാണ് വിനോദിനിയുടെ സഹോദരനെ ചീട്ടുകളി ഇവിടെ നമ്മൾ ഇന്നലെയും പറഞ്ഞാണ്, ആവർത്തിക്കുകയല്ല, പക്ഷേ ഒരു സന്ദർഭവശാൽ പറഞ്ഞു എന്ന് മാത്രം, തിരുവനന്തപുരം ട്രിവാൻഡ്രം ക്ലബ്ബിൽ വെച്ച് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യും. ഇതിനകത്ത് വിഷയമുണ്ടായത് ആശ ലോറൻസ് ഈ അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്നപ്പോഴാണ്. പക്ഷേ അത് അങ്ങനെ ഒരു സംഭവം ആശയുടെ ഭാഗത്ത് ഉണ്ടാകാമോ ഇല്ലേ എന്ന് പലരും ചോദിക്കുന്നുണ്ട്. പല മാധ്യമ പ്രവർത്തകരും പല ആങ്കർമാരും ചർച്ചയിൽ ചോദിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ അവർ ചോദിക്കേണ്ടിയിരുന്നത് അങ്ങനെ ആയിരുന്നില്ല. CPM-ന്റെ പ്രധാനപ്പെട്ട നേതാക്കളോടാണ് ചോദിക്കേണ്ടിയിരുന്നത്. ഇങ്ങനൊരു ഒരു അന്തരീക്ഷം നിങ്ങൾ സൃഷ്ടിക്കണമായിരുന്നോ? ആശ അല്ല അതിൻ്റെ കാരണക്കാരി. ആശയോട് ഒരു അക്ഷരം പോലും ഒരു കമ്മ്യൂണിക്കേഷനും ആരും നടത്തിയിട്ടില്ല. ഒന്നുമില്ലെങ്കിലും ഈ ആശയുടെ ഒരു അപ്പനാണ് മരിച്ചു കിടക്കുന്നത്. അപ്പം നിങ്ങൾ 3 മക്കളുണ്ട്. അപ്പോൾ 3 മക്കളുള്ളപ്പോൾ 2 പേര് തീരുമാനിക്കുകയും ഒരാളുടെ തീരുമാനം എന്താണെന്ന് CPM ആരായണമായിരുന്നു. കാരണം ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങളും ഇവർ തമ്മിലുള്ള തർക്കങ്ങളും ഇവർ തമ്മിൽ പണക്കടത്തിലാണെന്നുള്ളത് പാർട്ടിക്ക് ഭംഗിയായിട്ട് അറിയാം. ഇവർ തമ്മിൽ ഒരിക്കലും യോജിക്കില്ല എന്നും അറിയാം. അപ്പോൾ സ്വാഭാവികമായിട്ടും മൃതദേഹം മരിച്ചതിന് ശേഷം ഒരു സീൻ ഉണ്ടാകരുത് എന്ന് ചിന്തിക്കേണ്ട പക്വത, അങ്ങനെ ചിന്തിക്കേണ്ട മുൻകൂട്ടി കാണാനുള്ള പക്വത CPM നേതൃത്വത്തിന് ഇല്ലാതെ പോയി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഒരു CPM എന്നുള്ള പാർട്ടി അങ്ങനെ ആയിരുന്നില്ല. ചില കാര്യങ്ങളിൽ വളരെ മുൻകൂട്ടി കണ്ട് അത് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഇപ്പോഴേ തന്നെ അതിൻ്റെ, അതായത് അവിടെ മഴ പെയ്യുമ്പോൾ നനയാതിരിക്കാൻ ഇവിടുന്നേ കുട പിടിക്കുന്നവരായിരുന്നു. കാരണം അത് നമ്മൾ കുറ്റം പറയണ്ട. കാരണം അത് അവരുടെ ഒരു പക്വതയായിരുന്നു, അവരുടെ ഒരു ദീർഘവീക്ഷണമായിരുന്നു ചില കമ്മ്യൂണിസ്റ്റുകാർക്ക്, നല്ല പഴയ നേതാക്കന്മാർക്ക്. ഇപ്പം അങ്ങനെയുള്ള ഒരുത്തനുമില്ല. അങ്ങനെയാണ് ഒരുത്തനുമില്ല എന്ന് തന്നെ പറയുന്നത് ശരി. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സീനുണ്ടാവില്ല. ഇങ്ങനെ ഒരു തീരുമാനമെടുത്ത് മൃതദേഹം മെഡിക്കൽ കോളേജിൽ കൊടുക്കാൻ പാർട്ടി തീരുമാനിക്കുന്നതിന് മുമ്പേ പാർട്ടി ഒന്നുകൂടെ ചിന്തിക്കണമായിരുന്നു. ഒരു പക്ഷേ ആശ ഉടക്കി നിൽക്കുന്ന ആളാണ്. ആശ ഇത് അനുവദിക്കാതെ രംഗത്ത് വന്നാൽ ആകെ സീൻ വഷളാവൂലേ? അപ്പോൾ മോശമാവൂലേ? അപ്പോൾ ഇത് നമ്മുടെ ഗവൺമെൻറ് ഇരിക്കുമ്പോൾ നമ്മുടെ ഒരു വലിയൊരു പ്രധാന നേതാവിനെ ഇത് വലിയൊരു വിഷയമാവൂലേ? മൃതദേഹം സംസ്കരിക്കാൻ പറ്റാതെ അല്ലെങ്കിൽ ഈ മെഡിക്കൽ കോളേജിന് കൊടുക്കാൻ പറ്റാതെ പാർട്ടി എടുത്ത തീരുമാനം ആകെ കുളമാവൂലേ? അത് ചിന്തിക്കാനുള്ള ബുദ്ധി ഇപ്പോഴത്തെ CPM നേതാവിനില്ല. ഇപ്പോൾ CPM നേതാക്കന്മാരോട് ആശ സംസാരിക്കില്ല എന്ന് വേണമെങ്കിൽ അവർക്ക് പറഞ്ഞ് രക്ഷപ്പെടാം. കാരണം CPM നേതാക്കളോട് ഞങ്ങൾ സംസാരിച്ചാൽ ഞങ്ങളോടൊന്നും മൈൻഡ് ചെയ്യില്ല അവർ, അതുകൊണ്ട് ഞങ്ങൾ ആരും അവരുടെ കാണാൻ പോയില്ല. പക്ഷേ ആശയോട് സംസാരിക്കാനിരുന്ന CPM നേതാക്കൾ ഒരുപാട് പേരുണ്ട്. ആശയുമായിട്ട് നല്ല സൗഹൃദത്തിലുള്ള ഒരുപാട് CPM നേതാക്കന്മാരുണ്ട്. അവരാരെയെങ്കിലും പറഞ്ഞു വിട്ടാൽ മതിയായിരുന്നു. ഒന്ന് ആശയുടെ മനസ്സറിഞ്ഞിട്ട് വരണം, ഇങ്ങനെ മെഡിക്കൽ കോളേജിൽ കൊടുക്കാൻ നമ്മൾ തീരുമാനിക്കുമ്പോൾ 2 മക്കൾ സമ്മതിച്ചിരിക്കുന്നു, ശരി, അതനുസരിച്ചിട്ട് അദ്ദേഹം പറഞ്ഞിരുന്നു എന്ന് പറയുന്നു. അപ്പോൾ നമുക്ക് മെഡിക്കൽ കോളേജിൽ കൊടുക്കാം, പാർട്ടി തീരുമാനിക്കുകയാണ്. നിങ്ങളൊരു കാര്യം ചെയ്യുക, ആശയുടെ മനസ്സറിഞ്ഞിട്ട് വരണം. കാരണം പിന്നീട് ആശ വന്ന് പ്രശ്നം ഉണ്ടാക്കണമെങ്കിൽ മഹാ നാണക്കേടാണ്. പാർട്ടിക്ക് നാണക്കേട്, ലോറൻസ് നമ്മുടെ സഖാവിന് നാണക്കേട്, പ്രസ്ഥാനത്തിന് നാണക്കേടാണ്. അങ്ങനെ ചിന്തിക്കാനുള്ള തലച്ചോറില്ല. അവർക്ക് വാശിയാണ്. അതായത് വാശി അവിടെയാണ് പ്രശ്നം. അതായത് എന്തിനും വാശിയാണ്. ആശ വരണമെങ്കിൽ വരട്ടെ, അവള് വരണമെങ്കിൽ വന്നോട്ടെ, അവള് ഇതിനെ എതിർക്കട്ടെ, ഇത് CPM തീരുമാനിച്ചു നടപ്പിലാക്കും എന്ന് പറഞ്ഞു പോയതാണ്. അതാണ് വിഷയമായത്. ചിലപ്പോൾ നാളെ നടപ്പിലാക്കുമായിരിക്കും. കാരണം 2 പേര് പക്ഷത്ത് നിൽക്കുന്നുണ്ട്. കോടതി അങ്ങനെ ഒരു ലൂപ്പ് ഹോളില്ല. അതായത് കോടതിയുടെ വിധി പോലും നമ്മളൊരു സാധാരണ യുക്തിയിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്കത് അംഗീകരിക്കാൻ കഴിയില്ല. അതാണ് ഞാൻ പറഞ്ഞത്, സംശയാസ്പദമായിട്ടുള്ള ഒരു വിധിയാണ്. കോടതി ഒരു തീരുമാനം പറയേണ്ട ഒരു കോടതി പറയുന്നത് ആശയുടെ ഈ ലോറൻസിന്റെ മക്കൾ കളമശ്ശേരി മെഡിക്കൽ കോളേജ് അധികൃതരുമായിട്ട് സംസാരിക്കൂ. അപ്പോൾ അവരെ വേണമെങ്കിൽ രാഷ്ട്രീയം, അതായത് സർക്കാർ പറയുന്നതിനപ്പുറം അവിടുത്തെ സർക്കാർ പറയുന്നതിനപ്പുറം മെഡിക്കൽ കോളേജ് കോടതികൾ പോലും അത്തരം കോടതി അവിടുത്തെ ലൂപ്പ് ഹോൾ ഇട്ടത് വല്ലാത്തൊരു തന്ത്രമാണ്, കോടതിയുടെ ഒരു തന്ത്രമാണ്. അതായത് കോടതി പറഞ്ഞത് ഈ മൃതദേഹം മെഡിക്കൽ കോളേജിൽ തന്നെ വിട്ടുകൊടുക്കണം, മൃതദേഹം മെഡിക്കൽ കോളേജ് ഏറ്റെടുത്ത് കഴിഞ്ഞ് അത് ഫ്രീസറിൽ വെക്കണം, നിങ്ങൾ അനാട്ടമി ഡിപ്പാർട്ട്മെന്റ് കൊടുക്കണോ വേണ്ടെന്നുള്ളത് പിന്നീട് തീരുമാനിച്ച് അവരുമായിട്ടൊക്കെ സംസാരിച്ചിട്ട് തീരുമാനിക്കുകയാണ്.
അതാണ് കോടതി കാണിച്ചിരിക്കുന്ന ഒരു വല്ലാത്ത ഒരു എന്ന് പറയുന്നത്. അതങ്ങനെ അതൊരു കാരണം കോടതിയെ വിശ്വാസത്തോടെ ഒരു കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ കോടതി അത്തരം കാര്യങ്ങളിൽ ഒരു നല്ല കോൺക്രീറ്റ് തീരുമാനം എടുക്കണം. അത് കോടതിക്ക് വേണമെങ്കിൽ ഇവരെ വിളിച്ചു വരുത്താമല്ലോ. കോടതിക്ക് വിളിച്ചു വരുത്താമല്ലോ. ഈ മക്കളെ 3 പേരെ കോടതിക്ക് വിളിച്ചു വരുത്താം. അതല്ല, മക്കളല്ല, വീണ്ടും വേറെ ബന്ധുക്കളുണ്ടോ ഇത് അവകാശം പറഞ്ഞുകൊണ്ട് അവരും വരട്ടെ, കോടതിക്ക് സംസാരിക്കും. ഇത് മെഡിക്കൽ കോളേജ് അധികൃതർക്ക് അധികാരം വിട്ടുകൊടുത്തിട്ട് അവരോട് സംസാരിച്ച് പ്രശ്നം തീർക്കാൻ കോടതി പറയുമ്പോൾ ഈ മെഡിക്കൽ കോളേജ് അധികൃതരുടെ ആരാണ്? അല്ല, നാളെ ചിലപ്പോൾ ഒരു പക്ഷേ കോടതി ഇനി പറഞ്ഞേക്കാം. അതായത് നിങ്ങളൊരു കാര്യം ചെയ്യൂ, പാർട്ടി തീരുമാനത്തിന് വിട്ടിരിക്കുന്നു, പാർട്ടിയുടെ ഓഫീസിലേക്ക് പോകും, അല്ലെങ്കിൽ AKG സെന്ററിലേക്ക് പോകും. അങ്ങനെ പറയുന്നതിന് തുല്യമാണ് ഈ തീരുമാനമാണ്. തീർച്ചയായിട്ടും അങ്ങനെ പറയുന്നതിന് തുല്യമാണ്. അല്ലെങ്കിൽ പിന്നെ അങ്ങനെ ഒരു കാരണം ഇപ്പൊ കസ്റ്റോഡിയൻ എന്ന് പറയുന്നത് മൃതദേഹത്തിന്റെ കസ്റ്റോഡിയൻ, ലോറൻസിന്റെ മൃതദേഹത്തിന്റെ കസ്റ്റോഡിയൻ എന്ന് പറയുന്നത് ഇപ്പൊ ഹോസ്പിറ്റലാണ്. പിന്നെ കോടതിയല്ല. കോടതിയിലൊരു വിഷയം വരുന്നു, ഹർജി വന്നു, കോടതി അതിനെ തന്ത്രപൂർവ്വം മെഡിക്കൽ കോളേജിന്റെ മണ്ടയിൽ വെച്ച് കൊടുത്തിട്ട് കോടതി രക്ഷപ്പെട്ടിരിക്കുകയാണ്. കോടതി ഇപ്പൊ അതിന്റെ അധികാരം മുഴുവനും കസ്റ്റോഡിയൻ ഇപ്പം മെഡിക്കൽ കോളേജ് അനാട്ടമിക്ക് കൊടുക്കണോ വേണ്ടേ തീരുമാനിക്കുക മാത്രമേ ഉള്ളൂ. ഇനി വേറെ പ്രശ്നമില്ല. അതിൽ ഈ പറയുന്ന മറ്റു മക്കൾക്ക്, ഈ പറയുന്ന സജീവൻ എന്ന് പറയുന്ന ഗവൺമെന്റ് പീഡന അയാള്, പിന്നെ മറ്റു വേറൊരു മകളുണ്ടല്ലോ, അവർക്കും വേണമെങ്കിൽ ഒരു തീരുമാനം എടുക്കും. ഇതൊക്കെ കൂടെ അവർ ഇതിന്റെ കൂടെ തന്നെയാണ്, കൂടപ്പിറപ്പുകളല്ലേ, അല്ലെങ്കിൽ ഒരു ജന്മം തന്ന ഒരു അപ്പൊ അവർക്കെങ്കിലും തീരുമാനിക്കുക. അപ്പന്റെ മരണശേഷമെങ്കിലും ഇവരൊക്കെ നോക്കിയില്ലെന്നാ പറയുന്നത്. നോക്കിയാലും നോക്കിയില്ലെങ്കിലും ഈ ഒരു ശവശരീരത്തെ ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുന്നതിനേക്കാളും നല്ലത്, ശരി, അവരൊരു മോശപ്പെട്ട കാര്യത്തിനല്ലല്ലോ പറയുന്നത്, അവരുടെ മതാചാരപ്രകാരം സംസ്കരിക്കാൻ മാത്രമേ അവർ പറയുന്നുള്ളൂ. ശരി, ആ സംസ്കരിക്കാനായി വിട്ടുകൊടുത്ത് പ്രശ്നം അവിടെ തീർന്നില്ലേ, മക്കളെങ്കിലും അത് കരുതണ്ടേ. ഇനി അത് മാത്രമല്ല, ഞാൻ പറഞ്ഞതിന് വേറൊരു കാര്യം കൂടി ഉണ്ട്. ആനത്തലവട്ടം ആനന്ദൻ മരണപ്പെട്ടപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സമൂഹ മാധ്യമങ്ങളിലൊക്കെ വളരെ ക്രൂരമായിട്ടുള്ള തരത്തിലുള്ള കമൻറ്റുകളാണ് വന്നിട്ടുള്ളത്. കാരണം ഇവിടെ ഒരു സാധാരണ വ്യക്തി മരണപ്പെട്ടാലും സമൂഹത്തിൻ്റെ ഏത് മേഖലയിലുള്ള ആൾ മരണപ്പെട്ടാലും നമ്മൾ ആ വ്യക്തി എത്ര ഏത് തരത്തിലുള്ള ആളാണെങ്കിലും, വ്യത്യസ്തമായ രാഷ്ട്രീയ നിലപാടുള്ള ആളാണെങ്കിൽ പോലും എല്ലാവരും ആദരാഞ്ജലികൾ പറഞ്ഞുകൊണ്ട്. പക്ഷേ ഇപ്പോഴും സമൂഹ മാധ്യമങ്ങളിലൊക്കെ കാണാം, ആനത്തലവട്ടം ആനന്ദൻ മരണപ്പെട്ടപ്പോൾ വളരെ ക്രൂരമായിട്ടുള്ള കമൻറ്റുകളാണ് പലരും. അത് ഒന്നും രണ്ടോ ഒറ്റപ്പെട്ടതോ അല്ല, ഒരുപാട് പേർ. സംഭവം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പറയുന്ന തൊഴിലാളി നേതാവായി നിന്നുകൊണ്ട് ഒരുപാട് പേർക്ക് ദോഷം വരുത്തി എന്നാണ് ആരോപിക്കുന്നത്. ഈ കമാൻഡർക്ക് ദോഷം വരുത്തി എന്ന് പറഞ്ഞാൽ വന്ന് മക്കളെ എല്ലാം വളരെ നല്ല പരുവത്തിലാക്കി, എല്ലാ നേതാക്കന്മാരും മക്കളെ എല്ലാം മുഴുവൻ നല്ല പോസ്റ്റിലാക്കി, അവരുടെ ജീവിതങ്ങളെല്ലാം സുരക്ഷിതമാക്കി. ഈ പറയുന്ന ലോറൻസിന് മാത്രമേ അത് കഴിയാതെ പോയി. അതാണ് ഈ ആശയിൽ ഇപ്പം പ്രതിഫലിക്കുന്നതിന്റെ ഒരു അവരെ പുറത്താക്കിയല്ലോ പാർട്ടി, സർക്കാർ ജോലി ഉണ്ടായിരുന്നല്ലോ. അതെ, അപ്പൊ അത് അങ്ങനെ ചെയ്തതാണ്. അത് അവരുടെ ഒരു കഴിവുകൊണ്ട്, അല്ലാതെ ലോറൻസിന്റെ പ്രത്യേക താല്പര്യത്തിലോ പാർട്ടി ചെയ്ത് കൊടുത്ത സാധനമല്ല. പാർട്ടി ദോഷപ്പെടുത്താനും ശ്രമിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇത്രയും പ്രതികരിച്ചത്. പിന്നെ ഞാൻ പറഞ്ഞു വന്നത്, ഈ ഇദ്ദേഹത്തിൻ്റെ ഒരു ലോറൻസ് അല്ല, നമ്മുടെ ആനത്തലവട്ടത്തിൻ്റെ കാര്യം പറഞ്ഞാൽ, നമ്മുടെ കേരളത്തിൻ്റെ വികസനത്തിൻ്റെ ഏറ്റവും പ്രധാനം നമ്മുടെ ഇവിടുത്തെ കമ്പനികളും ഫാക്ടറികളുമാണ്. ഈ ഫാക്ടറി തൊഴിലാളികളെ മുഴുവൻ സംഘടിപ്പിച്ചതും അദ്ദേഹം തന്നെയാണ്. പക്ഷേ നമ്മുടെ ഫാക്ടറികൾ പലതും പൂട്ടാൻ കാരണക്കാരൻ അത് മാത്രമല്ല, KSRTC തകരാക്കി ഏറ്റവും കൂടുതൽ അന്ന് ഇദ്ദേഹം മരിച്ചപ്പോഴത്തേക്കും വളരെ ഇതായിട്ട് കമന്റ്, സന്തോഷിച്ചുകൊണ്ടും ഒക്കെ കമന്റ് ചെയ്തത് KSRTC ജീവനക്കാരായിരുന്നു. അതെ, കാരണം അവർക്കറിയാം KSRTC ജീവനക്കാർക്ക് വേണ്ടിയിട്ട് ജീവനക്കാരെ എടുത്തിട്ട് ഈ KSRTC ഇങ്ങനെ തകർക്കാനുള്ള ഒരു തന്ത്രം എന്ന് പറയാൻ പറ്റില്ല. അവർക്ക് തൊഴിലാളികളുടെ നേട്ടം ഉണ്ടാക്കുക, അതിൽ നിന്നും ഒരു വരുമാനം. എന്തായാലും ഈ തൊഴിലാളി നേതാവായിട്ടിരിക്കുന്നവർക്ക് ഈ തൊഴിലാളികൾ കൊടുക്കുന്ന പിന്നെ എന്തുകൊണ്ടല്ലോ മാസവരിയുണ്ട്, ലെവി എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്. മാസവരിയുടെ ലെവി, ആ ലെവിയുടെ ഒരു ഭാഗം നേതാക്കനാണ്. അപ്പോൾ എത്രമാത്രം അവർക്ക് പിന്നെ ആനുകൂല്യങ്ങൾ വാങ്ങിച്ചു കൊടുക്കുമോ, എത്രമാത്രം ഗ്രാറ്റുവിറ്റിയും അരിയറും എല്ലാം സമരം ചെയ്ത് വാങ്ങിച്ചു കൊടുക്കുമോ, അതിൻ്റെ നല്ലൊരു വിഹിതം ഇവർക്ക് കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് ഈ നേതാക്കന്മാർ മുഴുവനും ഈ നേട്ടങ്ങൾക്ക് വേണ്ടി, അതായത് പിന്നെ സാമ്പത്തിക നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രം യൂണിയൻ നേതാക്കളെ തൊഴിലാളികളെ സംഘടിപ്പിക്കുകയും സമരം ചെയ്യുകയും ചെയ്തത്. പക്ഷേ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ എത്രയോ ഫാക്ടറികൾ പൂട്ടിക്കെട്ടേണ്ടി വന്നു. ആ പൂട്ടിക്കെട്ടാൻ കാരണക്കാരൻ ഒരാൾ ഈ പൂട്ടിയ ഫാക്ടറികളൊന്നും മറ്റു രാഷ്ട്രീയക്കാർ പാർട്ടിക്കാർ പൂട്ടിയിട്ടില്ല. ഈ പൂട്ടിച്ചതെല്ലാം CPM തന്നെയാണ്. അതെ, രാഷ്ട്രീയ പാർട്ടി സമരം ചെയ്തില്ല. അതുകൊണ്ടാണ് നമ്മൾ കണ്ടല്ലോ, മറ്റേ ഇയാള്
ക്യൂവാ മുകുന്ദൻ ഒന്നും കൂടെ പൂട്ടിച്ചേ സന്തോഷമായിട്ട് വരുന്ന കേട്ടില്ലേ? അത് നമ്മുടെ നാട്ടിലെ യൂണിയൻ നേതാക്കന്മാരുടെ ഒരു പ്രതിനിധിയാണ് ആ ക്യൂവാ മുകുന്ദൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ എത്ര കുടുംബങ്ങളുടെയും വ്യക്തികളുടെയും കണ്ണീരാണല്ലേ ഇവന്മാര്. അതാണ് സംഭവം. അതുകൊണ്ട് ഇപ്പൊ ആശയുടെ വിഷയത്തിൽ ഒരു പുതിയ ഡെവലപ്മെന്റ്സ് വന്നിട്ടുണ്ട്. ആശ വേറൊരു പരാതി കൊടുത്തിട്ടുണ്ട്. എന്താണ്? അതായത് എൻ്റെ അച്ഛൻ്റെ മൃതദേഹം കാണാൻ എത്തിയപ്പോൾ അവിടെ വെച്ച് എന്നെ ശാരീരികമായി കൈകാര്യം ചെയ്യാൻ പറ്റില്ല. പോലീസ് ചെയ്യില്ലായിരിക്കും, പക്ഷെ പരാതി കൊടുത്തിരിക്കുകയാണ്. നമ്മുടെ പരാതി പോലീസ് ഒരു കേസെടുക്കും, ഒരു മൊഴിയെടുക്കും, അത് കളയും. അല്ലാതെ മോളിൽ നിന്ന് പറയും ഇന്നിടെ കേസ് വെച്ച് നോക്കിക്കൊണ്ടിരിക്കും, എടുത്ത് കളയെന്ന് പറഞ്ഞാൽ അങ്ങനെ കളയും. കാരണം മോളിൽ ശശിയുണ്ട്, ശശിയുടെ താഴെ ശശിയുടെ മോളിൽ മറ്റേ അദ്ദേഹമുണ്ട്, അപ്പൊ പിന്നെ അജിത് കുമാറുണ്ട്, അവരെല്ലാം തീർച്ചയായിട്ടും അതൊന്നുമല്ല. എങ്കിലും പരാതി കൊടുത്തിരിക്കുകയാണ്. തന്നെ ആക്രമിച്ചു, തന്നെ തല്ലി, തന്നെ വളരെ മോശമായ ഭാഷകൾ ഉപയോഗിച്ച് തന്നെ പെരുമാറി എന്നൊക്കെ പറഞ്ഞ് പരാതി കൊടുത്തിരിക്കുകയാണ്. പക്ഷെ പരാതിമേൽ പോലീസ് കേസ് എടുക്കുമെന്നും എടുത്തിട്ടുണ്ടെന്നൊക്കെ പോലീസുകാരുടെ സമയം നഷ്ടപ്പെടും എന്നുള്ളതല്ലാതെ. അതുപോലെ തന്നെയാണ് ഗൗരിയമ്മ മരിച്ചപ്പോഴും ഇതേ വിവാദം അതുകൊണ്ടായിരുന്നല്ലേ? ഇല്ല, ഗൗരിയമ്മ എന്നിട്ട് അവസാന സമയത്ത് അവരൊരു ഗൗരിയമ്മയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി എല്ലാം കഴിഞ്ഞിട്ട് അവസാനം പിന്നെ അവരെ തിരിച്ചിവിടെ കൊണ്ടുവന്ന് പിന്നെ പാർട്ടി അവരുടെ ആളായിട്ടാണ് പിന്നെ സംസ്കരിച്ചപ്പോഴൊക്കെ അവരുടെ ആളായിട്ടാണ്. കാരണം വേറെ ആരും ചോദിക്കാനും പറയാനും ഇല്ല. ആകെ ഉള്ളത് ഒരു PSC അംഗമായ ഒരു മകളും, അതായത് ചേച്ചിയുടെ മകൾ, അത് തന്നെ. അവര് മാത്രമേ ഉള്ളൂ കാര്യങ്ങൾ ചോദിക്കാം. പാർട്ടി തീരുമാനിച്ചതല്ല. അപ്പൊ പാർട്ടി അവര് അന്നും ഈ മരിക്കുമ്പോഴും അവർ JSSന്റെ ജനറൽ സെക്രട്ടറിയാണ്. CPMന്റെ ആരുമല്ല. JS മരിക്കുന്ന ആ നിമിഷവും JSSന്റെ ജനറൽ സെക്രട്ടറിയാണ്. രേഖാമൂലം അവര് പാർട്ടി ഓഫീസുണ്ട്, ജനറൽ സെക്രട്ടറി. പക്ഷേ CPM ഹൈജാക്ക് ചെയ്ത് CPM എടുത്തുകൊണ്ട് CPMന്റെ നേതാവായിട്ട് ആണ് അവർ കൊണ്ടുവന്ന് സംസ്കരിക്കുകയും ചെയ്ത് മുഖ്യമന്ത്രി വലിയ സങ്കടത്തോടെ കൊണ്ടുവന്ന് റീത്തൊക്കെ വെച്ചു. അത് സ്വാഭാവികമായിട്ട് മുഖ്യമന്ത്രിക്ക് വെക്കാമല്ലോ, പഴയ നേതാവാണ്. അല്ലെങ്കിൽ ആരായിരുന്നാലും പരമേശ്വരിജി മരിച്ചപ്പോഴും മുഖ്യമന്ത്രി റീത്ത് കൊണ്ട് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത് കുഴപ്പമില്ല, ഗൗരിയമ്മയുടെ കൊണ്ടുവന്ന് റീത്ത് വയ്ക്കാം. പക്ഷേ അവരവരുടെ നേതാവായിട്ട് ഏറ്റെടുത്തു. അതാണ് ഒരു തന്ത്രം. കാരണം അത് ഞങ്ങളാണ് ഇപ്പോഴും ഗൗരിയമ്മ ഞങ്ങളുടെ കൂടെ. അതുകൊണ്ടാണ് MV രാഘവൻ മരിച്ചപ്പോൾ അവസാനം MV രാഘവനെ പൊക്കിയവർ അവരെ നേതാവാക്കി മാറ്റി. അല്ല, അത് പുഷ്പനൊക്കെ കിടക്കുന്നത് അവിടെ കിടക്കും, അത് വേറെ കാര്യം. പുഷ്പം കിടന്നോളും, പുഷ്പന് ഞങ്ങൾ കൊടുക്കാനുള്ളത് കൊടുത്തുകൊണ്ടിരിക്കും. പക്ഷേ അതവിടെ ഇരുന്നോട്ടെ. ഞങ്ങൾ എന്തായാലും MV രാഘവനെ ഞങ്ങളുടെ ആളാക്കി, മരിച്ചപ്പോൾ ഞങ്ങളുടെ കണ്ണ് മോനെ പിടിച്ചതാ കൊണ്ടുവന്ന് ജില്ലാ കമ്മിറ്റി മെമ്പറാക്കി. രക്തസാക്ഷികളൊക്കെ അവര് ഏറ്റെടുക്കില്ല. ഓരോ രക്തസാക്ഷികളും പാർട്ടിയുടെ വളർച്ചയ്ക്ക് ഒരു വളമാണ് അവരെ സംബന്ധിച്ചിടത്തോളം, അല്ലേ? രക്തസാക്ഷികൾ ഉണ്ടായി കഴിഞ്ഞാൽ ഉടനെ തന്നെ പിരിവ്. പക്ഷേ ഇപ്പോൾ ഒരു കുറച്ച് ആശ്വാസമുണ്ട്. എന്തായാലും അധികാരം കയ്യിൽ വന്നേ പിന്നെ ഈ അത് മാത്രമല്ല, അന്ന് കടക്കപ്പുറത്ത് സംഭവം ഉണ്ടായതിനു ശേഷം പിന്നെ RSSും CPM തമ്മിൽ മസ്കറ്റ് ഹോട്ടലിൽ വെച്ച് നടന്ന ഒരു ചർച്ചയ്ക്ക് ശേഷം അങ്ങനെ രാഷ്ട്രീയ കൊലപാതകങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ എനിക്ക് മനസ്സിലാകാത്ത മറ്റൊരു കാര്യമുണ്ട്. അതായത് മരിച്ചാൽ പോലും പാർട്ടിയുടെ പക തീരില്ല എന്നുള്ളതാണ്. അല്ലേ? ആ ഒരു തെളിവ് കൂടിയാണ് ഈ MM ലോറൻസിനോട് കാണിക്കുന്ന സഖാവ്. എന്നാൽ അദ്ദേഹം മരണപ്പെട്ട് കിടന്നപ്പോൾ അദ്ദേഹം ചികിത്സയിൽ കഴിഞ്ഞപ്പോഴൊക്കെ ഈ പാർട്ടി അദ്ദേഹം ഇത്രയും ഈ MM ലോറൻസിൻ്റെയൊക്കെ വിയർപ്പും ഒക്കെയാണല്ലോ ഈ പാർട്ടിയെ പടുത്തുയർത്തിയത്. അതൊക്കെയാണല്ലോ വിജയൻ ഇങ്ങനെ വെച്ച് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ സഖാവിനെ പാർട്ടി ഏറ്റെടുക്കാം എന്ന് പാർട്ടിക്ക് അദ്ദേഹത്തിന് അത്രയും സൗകര്യം കൊടുത്ത് ഏതെങ്കിലും നല്ലൊരു ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും നോക്കാൻ ആൾക്കാരെ വയ്ക്കുകയോ ഒക്കെ ചെയ്തിരുന്നെങ്കിൽ അങ്ങനെയെങ്കിലും ഉണ്ടായില്ല. അതാണ് പറഞ്ഞത്, പാർട്ടി പൈസ കൊടുത്തോണ്ടിരുന്നു. കറക്റ്റാണ്. പാർട്ടി അത്യാവശ്യം ചികിത്സാ ചെലവിനും മറ്റുമൊക്കെ കാശ് കൊടുത്തോണ്ടിരുന്നു. അതൊന്നും കുഴപ്പമില്ല. അവർ പറയുന്നത് അല്ല, പാർട്ടി അത്യാവശ്യം ചെയ്യേണ്ടതെല്ലാം ചെയ്തുകൊണ്ടിരുന്നു. അതിന് നമുക്ക്. പക്ഷേ ഇവിടെ ഞാൻ പറഞ്ഞത് ഈ ഒരു സീൻ ഉണ്ടാക്കാതിരിക്കാൻ CPM വിചാരിച്ചെങ്കിൽ നടക്കുമായിരുന്നു, മുൻകൂട്ടി കാര്യങ്ങൾ പക്വതയോടെ കണ്ടിരുന്നുവെങ്കിൽ. അതാണ് സംഭവിച്ചത്. എന്തായാലും ഈ വിവാദങ്ങളൊക്കെ ഉണ്ടാകുന്നത് ഇത്രയും വേറെ പല ഇതുകൊണ്ട് ഈ വിവാദങ്ങളൊക്കെ ഉണ്ടാകുന്നത് എപ്പോഴും ഈ CPM നേതാക്കൾ, കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ മരണപ്പെടുമ്പോഴാണ്. എനിക്ക് കമ്മ്യൂണിസ്റ്റ് നേതാക്കളോട് പറയാനുള്ളത്, നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോഴൊന്നും വലിയ ഗുണങ്ങളൊന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളിപ്പോൾ MM ലോറൻസിൻ്റെ മൃതദേഹം മെഡിക്കൽ കോളേജിൽ പഠനാവശ്യാർത്ഥം വിട്ടുകൊടുക്കാൻ പറയുന്നു. അപ്പം നിങ്ങളൊക്കെ ചെയ്യേണ്ടത്, എന്തിനാണ് കത്തിച്ച് കളയേണ്ട ഒരു മൃതശരീരം? കാരണം നമ്മളൊക്കെ ഒരു സാധാരണ വ്യക്തികളാണ്, ജോലിയെടുത്ത് ജീവിക്കുന്ന വ്യക്തികളാണ്. നിങ്ങളൊക്കെ പൊതുപ്രവർത്തകരാണ്, ജനങ്ങളുടെ പണം കൊണ്ട് പണ്ട് മുതലേ ജീവിച്ചു വന്നവരാണ്, ഇപ്പോഴും ജീവിക്കുന്നവരാണ്, തലമുറകളായി ജീവിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടിരിക്കുന്നവരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളൊക്കെ നിങ്ങളുടെ മൃതദേഹവും ഇതുപോലെ മരണശേഷം പഠനാവശ്യത്തിന് വിട്ടുകൊടുത്തൊരു മാതൃകയാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും ഈ വിവാദങ്ങളും തീരട്ടെ, അവരുടെ ആഗ്രഹപ്രകാരം. ഇപ്പൊ എന്തോ ആയിക്കോട്ടെ, അവരുടെ ആഗ്രഹപ്രകാരം നല്ലൊരു കാര്യത്തിനാണല്ലോ, അവരുടെ വിശ്വാസപ്രകാരം അദ്ദേഹത്തിന്റെ മൃതദേഹം അവർക്ക് തന്നെ വിട്ടുകിട്ടി സംസ്കരിക്കട്ടെ. അതാ വിവാദം തീരട്ടെ. സാധ്യത വളരെ കുറവാണ്. പോട്ടെ, അതിപ്പോ നമുക്ക് ആലോചിച്ചിട്ട് കാര്യമില്ല.